SK മീഡിയയിലേക്ക് സ്വാഗതം. എല്ലാവരുടെയും ഒരു പ്രോബ്ലമാണ്, എല്ലാവരുടെയും ഒരു വിഷമമാണ്. നമ്മൾ ചെടികളൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ട് ചെടികളൊന്നും പൂക്കുന്നില്ല, മുരടിച്ച് പോകുന്നത്. നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വരുമ്പോൾ ആദ്യം കുറച്ച് പൂക്കളുണ്ടാവും, പിന്നെ ചെടികളൊന്നും പൂക്കുന്നില്ല എന്നുള്ളത്. ഇതിപ്പോൾ ഞാൻ നഴ്സറിയിൽ നിന്ന് വാങ്ങിയ ഡയാൻഡസ് എന്ന് പറയുന്ന ഒരു ചെടിയാണ്. 1 വർഷം പ്രായമായി കാണും ഈ ചെടി. ഞാൻ ഇപ്പോൾ ചെയ്യാൻ പോകുന്ന ഒരു മാജിക് എന്ന് പറഞ്ഞാൽ ഒരു വളവും ചെയ്യില്ല, വളങ്ങളൊന്നും ചെയ്യാതെ ഈ ചെടിയുടെ നഴ്സറിയുടെ വാങ്ങിക്കൊണ്ടുവന്ന ഈ ചെടിയുടെ ചെടിച്ചട്ടി ഞാനങ്ങ് ഒഴിവാക്കുക. ചെടിച്ചട്ടി ഒഴിവാക്കിയതിന് ശേഷം ഞാൻ ഇതിൻ്റെ ഫുള്ള് മണ്ണുകളും ഒഴിവാക്കും. അതായത് നഴ്സറി മണ്ണാണ്, നഴ്സറിയിൽ നിന്ന് അവർ സെറ്റ് ചെയ്ത് ഞാൻ വാങ്ങിയപ്പോഴുള്ള അവർ തന്നെ ചെയ്ത നഴ്സറി മണ്ണാണ്. ഈ നഴ്സറി മണ്ണ് ഞാൻ ഒഴിവാക്കുകയാണ്, ഫുള്ള് ഒഴിവാക്കുകയാണ്. നമ്മൾ ഒഴിവാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ചെടിയുടെ വേരിന് ഒരു പ്രോബ്ലവും ഉണ്ടാവാൻ പാടില്ല. ഈ ചെടിയുടെ വേരിന്, ഈ ചെടിയെന്നല്ല ഏതൊരു ചെടി എടുത്തിട്ട് നമ്മൾ നഴ്സറി മണ്ണ് ഒഴിവാക്കുമ്പോൾ ചെടിയുടെ വേരിന് ഒരു പ്രോബ്ലം ഉണ്ടാക്കാതെ പെതുക്കെ നമ്മൾ ഇതേ കണക്ക് പെതുക്കെ നമ്മൾ ഒഴിവാക്കി കൊടുക്കുക. നമ്മൾ വേരിന് പ്രോബ്ലം ഉണ്ടായ ചെടി നശിച്ചു പോകും. നമ്മൾ വളരെ സൂക്ഷിച്ച് വേണം നമ്മളെ മണ്ണ് മാറ്റാൻ. നമ്മൾ ഈ ചെടിയുടെ മണ്ണുകളൊക്കെ ഇങ്ങനെ ഒഴിവാക്കി വരുമ്പോൾ ഇതുപോലത്തുള്ള വെള്ള കളറിലുള്ള ഒരു വളമാണ്, അത് ഇംഗ്ലീഷ് വളമാണ്, ഒരു ഫംഗസ് മരുന്നാണ്. അവർ നഴ്സറിക്കാർ, അതായത് ഈ ചെടി നിർമ്മിക്കുമ്പോൾ അവർ ചെയ്യുന്ന, ഈ ചെടികൾക്ക് പ്രോബ്ലം ഒന്നും ഉണ്ടാവാതെ, ഫംഗസ് ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി അവർ ചെയ്യുന്ന ഒരു ചില വളമാണ്. ഈ വളങ്ങളും എല്ലാം നമ്മൾ ഒഴിവാക്കണം. ഈ വളങ്ങളിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് പ്രോബ്ലം ഉണ്ടാവും, നമ്മുടെ ചെടികൾക്ക് കംപ്ലൈൻറ്റ് ഉണ്ടാവും. നമ്മുടെ ചെടികൾക്ക് ഈ വളമോ ഈ മണ്ണോ ഒന്നും നമുക്ക് ആവശ്യമില്ല. നമ്മളെല്ലാം ഫുള്ള് ഒഴിവാക്കി മാറ്റുക. ചെടിയുടെ മണ്ണോ വേണ്ട, വളം വേണ്ട, ഒന്നും വേണ്ട. നഴ്സറിക്കാർ അന്നേരം ചെയ്തപ്പോഴുള്ള ഇതാണ്. നമ്മൾ പെതുക്കെ ഇത് ഫുള്ള് നമ്മൾ ഒഴിവാക്കി കൊടുക്കുക. നമ്മൾ ഫുള്ള് ഈ മണ്ണുകളെല്ലാം നല്ലതുപോലെ ഒഴിവാക്കി മാറ്റിയതിന് ശേഷം, നല്ലതുപോലെ ഒരു പ്രോബ്ലം ഒന്നും, നമ്മളത് ഒഴിവാക്കി വരുമ്പോൾ നമുക്ക് വേറെ സംഗതി കാണാൻ പറ്റും. ഇതിനകത്തൊരു ഫംഗസ് രോഗം വന്നിട്ടുണ്ടാവും. ഫംഗസ് രോഗം എന്ന് പറഞ്ഞാൽ ഈ ചെടി ഡയാൻഡസ്, ചെമ്പരത്തി പോലത്തുള്ള ചെടികൾക്കാണ് ഇതുപോലത്തുള്ള കറുത്ത കളറിലുള്ള രോഗങ്ങൾ കൂടുതലും കാണാൻ പറ്റുന്നത്. നമുക്ക് ഈ റോസിനകത്ത് ഇങ്ങനെ ഉണ്ടാകത്തില്ല. നമ്മൾ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ഈ മണ്ണ് മാറ്റി കഴിഞ്ഞ ശേഷം ഇങ്ങനെ ഉണ്ടാകുന്നത് നമ്മൾ നഖം വെച്ചോ എന്തെങ്കിലും വെച്ചിട്ട് ചുരണ്ടി ഫുള്ളങ്ങ് ഒഴിവാക്കുക. ഒഴിവാക്കി നല്ലതുപോലെ വൃത്തിയാക്കുക. നല്ല വൃത്തിയാക്കുന്ന മണ്ണൊന്നും കാണാത്ത രീതിയിൽ നല്ലോണം വൃത്തിയാക്കുക. ഇതിനകത്ത് നല്ലതുപോലെ ഒരുപാട് അവരൊക്കെ ചെയ്തിരിക്കുന്ന വളം കാണാം. ഇതേണക്ക് ഇതുപോലെ തന്നെ കുറേ നെറ്റുകളൊക്കെ കാണാൻ സാധ്യതയുണ്ട്. അവർ നഴ്സറിക്കാർ ലെയറിങ് ചെയ്യുന്ന നെറ്റാണ്. ഈ നെറ്റൊക്കെ നമ്മളങ്ങ് ഒഴിവാക്കണം. നെറ്റൊന്നും നമുക്ക് ആവശ്യമില്ല, ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, ഇതൊക്കെ അങ്ങ് കളഞ്ഞേക്കണം. ഈ നെറ്റ് ഇരുന്ന് കഴിഞ്ഞാൽ ഇതിനകത്ത് കൂടെ വേരോട്ടം കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അവരിതിനകത്താണ് ചകിരിച്ചോറൊക്കെ വെച്ചിട്ട് ഈ വളവും ചെയ്തിട്ട് അവർ ലെയർ ചെയ്തെടുക്കുന്നത്. നമുക്കതിൻ്റെ ഒന്നും യാതൊരു വിധമായ ആവശ്യവുമില്ല. നമ്മളതും ഈ മണ്ണും ഫുള്ള് നമ്മൾ ഒഴിവാക്കി മാറ്റുക. നമുക്ക് മണ്ണൊന്നും ആവശ്യമില്ല. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ച് വെള്ളം എടുക്കുക. കുറച്ച് വെള്ളം എടുത്തതിന് ശേഷം ഈ വേര്, അതായത് ചെടിയുടെ മൂടും ഈ വേരും നല്ലതുപോലെ നല്ല വൃത്തിയായിട്ട് നല്ല ഇതേ കണക്ക് കുലുക്കി നല്ലതുപോലെ കഴുകുക എന്നുള്ളതാണ്. നല്ല വൃത്തിയായിട്ട് കഴുകി മാറ്റുക. നമ്മൾ കൈവച്ച് അതിൽ പാത്രം കഴുകുന്ന കണക്ക് നമ്മൾ കൈവച്ച് ഇങ്ങനെ ഉരച്ച് കഴുകുകയൊന്നും വേണ്ട. ഇതുപോലെ നമ്മൾ ജസ്റ്റ് ഒന്ന് കുലുക്കി വെള്ളത്തിലിട്ട് ഇങ്ങനെ കുലുക്കി നല്ലതുപോലെ നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കുക. നമ്മൾ കഴുകാൻ പ്രത്യേകം സൂക്ഷിക്കുക. വേരിനൊന്നും ഒരു പ്രോബ്ലം ഉണ്ടാകാൻ പാടില്ല, പിന്നെ കുഞ്ഞു വേരുകളൊന്നും പൊട്ടാൻ പാടില്ല. വളരെ പെതുക്കെ ചെയ്താൽ മതി. നമ്മൾ ഇതേണക്ക് നല്ല വൃത്തിയായി കഴുകിയതിന് ശേഷം നമ്മൾ ഇതിൻ്റെ മെയിൻ വേരുകളുണ്ട്. മെയിൻ വേരുകൾ എന്ന് പറഞ്ഞാൽ നല്ല കട്ടിയായിട്ടുള്ള, ആദ്യം ഈ ചെടി സെറ്റ് ചെയ്യുമ്പോൾ ആദ്യം മുളച്ച് വരുന്ന വേരാണ്. ഈ വേരുകളെല്ലാം നമ്മളൊരു കത്രിക ഉപയോഗിച്ച് നമ്മൾ നല്ല വെട്ടി, അതായത് കട്ട് ചെയ്ത് മാറ്റുക. നമ്മൾ അതിനകത്ത് ചെറിയ വേരുകൾ കാണും. പുതിയതായിട്ട് വന്നിട്ടുള്ള വേരുകൾ മാത്രം നമ്മൾ അതിൽ നിർത്തുക. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ വേര് കട്ട് ചെയ്യുമ്പോൾ കുഞ്ഞു വേരുകൾ നമ്മൾ കട്ട് ചെയ്ത് മാറ്റരുത്. അതിന് പ്രോബ്ലം ഇല്ലാതെ ഇതേണക്ക് വലിയ കട്ടിയായിട്ടുള്ള വേര് മാത്രം നമ്മൾ കട്ട് ചെയ്ത് മാറ്റുക. ഫുള്ള് വേരുകൾ മൊത്തം ഒഴിവാക്കുക. ഫുള്ള് ഇതേണക്ക് കട്ടിയായിട്ടുള്ള നല്ല വലിയ വേരുകൾ, നല്ല വണ്ണമുള്ള വലിയ വേരുകൾ കാണും. ഈ ഡയാൻഡസിനകത്ത് ഇതിപ്പം 1 വർഷമായിട്ടേ ഉള്ളൂ, അതുകൊണ്ട് വലിയ കട്ടിയായിട്ടില്ല, ചെറിയതായിട്ട് വേരിങ്ങനെ ഇതായിട്ടേ ഉള്ളൂ. പിന്നെ അതിനകത്ത് നെറ്റൊക്കെ ഇരുന്നുകൊണ്ട് വേരോട്ടം അതായിട്ട് ഉണ്ടാകാൻ സാധ്യത കുറഞ്ഞു. ഈ നെറ്റും ഇതേണക്ക് നഴ്സറി മണ്ണൊക്കെ 1 വർഷമൊക്കെ ആയ മണ്ണുകളൊക്കെ അതിനകത്തിരിക്കുമ്പോഴത്തേക്ക്
അതിനകത്ത് വേരോട്ടം കുറയും. വേരോട്ടം കുറയുമ്പോഴാണ് ഈ ചെടികൾ മുരടിച്ച് പോകുന്നതും പൂവില്ലാത്തതും. അവരിതൊക്കെ മരുന്നൊക്കെ അടിച്ച് കയറ്റി വരുന്നതായിരിക്കും, അതാണ് ആദ്യമൊക്കെ പോരുന്നത്. ഇതിനൊക്കെ ഫുള്ള് നമ്മൾ ഒഴിവാക്കുക. അതിനുശേഷം നമ്മൾ ഈ ചെറിയ വേരുകളൊന്നും ഒഴിവാകരുത്. ചെറിയ വേരിൻ്റെ യാതൊരു വിധമായ പ്രോബ്ലം ഉണ്ടാകരുത്. വലിയ വേരുകൾ മാത്രമേ നമ്മൾ ഒഴിവാക്കി മാറ്റാവൂ. അതിനുശേഷം നമ്മൾ ഞാൻ ഈ ചട്ടി തന്നെയാണ് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത്. കാരണം നമുക്ക് വലിയ ചട്ടിയുടെ ഇപ്പോൾ ആവശ്യമില്ല. ഞാൻ മേടിച്ചപ്പോൾ തന്നെ കിട്ടിയ നേഴ്സറി നേഴ്സറിക്കാർ തന്ന ഈ ചെടി സെറ്റ് ചെയ്ത ആ ചട്ടി തന്നെ ഞാൻ യൂസ് ചെയ്യുകയാണ്. ഈ ചട്ടിക്കകത്ത് നമ്മുടെ വീട്ടുവളപ്പിൽ തന്നെയുള്ള പുതിയ മണ്ണ്, അതായത് നല്ല മണ്ണെന്ന് പറഞ്ഞാൽ കല്ലും മണ്ണും ഒന്നുമില്ലാത്ത, അതായത് കല്ലോ വലിയ പാറകളോ ഒന്നുമില്ലാത്ത മണ്ണും കുറച്ച് ചകിരിച്ചോറും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത്, വളങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഒരു വളവും നമ്മൾ ചെയ്യേണ്ട. ഈ ചട്ടിക്കകത്ത് നമ്മൾ ഇട്ട് കൊടുക്കുക. അതിനകത്ത് ചകിരിച്ചോറും മണ്ണും മാത്രമേ ഉള്ളൂ, അല്ല അതിനകത്ത് വേറെ ഒന്നുമില്ല. അതിനകത്ത് കല്ലുകളൊക്കെ ഉണ്ടെങ്കിൽ അത് ചെറുതായിട്ടൊക്കെ ഒഴിവാക്കുക. ഇത് കണക്കുള്ള മണ്ണും ചകിരിച്ചോറും കൂടെ നമ്മൾ മിക്സ് ചെയ്ത് ഈ ചട്ടിക്കകത്ത് ഇതിനകത്ത് ഇട്ട് കൊടുക്കുക. ഇട്ട് നല്ല ഫില്ല് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു ചെടി നടന്നൊക്കെ രീതിയിൽ അതിന് അളവിനനുസരിച്ച് നമ്മളിതുപോലെ ഇട്ട് കൊടുക്കുക. നമ്മൾ ഒരു വളവും ചെയ്യേണ്ട കാര്യമില്ല. അതിനുശേഷം നമ്മൾ അടുത്തത് ഒരു പുളിപ്പിച്ച കഞ്ഞോളം, കുറച്ച് പുളിപ്പിച്ച കഞ്ഞോളം, അതായത് തലേ ദിവസം വെച്ചിട്ട് പിറ്റേ ദിവസം പുളിപ്പിച്ച കഞ്ഞോളം. എല്ലാവർക്കും അറിയാം കഞ്ഞോളം പുളിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാം. ഒരു ദിവസം പഴക്കമുള്ള കഞ്ഞോളം എടുത്തായി. അതിനകത്ത് നമ്മൾ ഈ ചെടിയുടെ വേരും മൂടുഭാഗവും നല്ലതുപോലെ മുക്കിയെടുക്കുക, നല്ല മിക്സ് ചെയ്തെടുക്കുക. ആ കഞ്ഞോളത്തിനകത്ത് ഈ വേര് മുക്കുക. ഇത് വളമല്ല, ഇതൊരു ഫംഗസാണ്. അവർ യൂസ് ചെയ്തിരിക്കുന്ന ഇംഗ്ലീഷ് ഫംഗസ് ആണ്. അത് ചെടിക്ക് പ്രോബ്ലം, ഇതൊരു ജൈവമാണ്. ഇതിനകത്തുണ്ടാകുന്ന രോഗങ്ങൾ, ചെടികൾക്കുണ്ടാകുന്ന മുരടിപ്പ്, ഇലയ്ക്കുണ്ടാകുന്ന മഞ്ഞ കളറിലുള്ള കംപ്ലൈൻറ്റുകൾ, നല്ലതുപോലെ പൂ വരും. ഇതിങ്ങനെ ഈ പുളിപ്പിച്ച കഞ്ഞോളം നമ്മൾ നല്ലതുപോലെ മുക്കിയെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ നിറച്ച് വെച്ചിരിക്കുന്ന മണ്ണിനകത്ത് ഈ ചെടി നടുക എന്നുള്ളതാണ്. നമ്മൾ ചെറുതായിട്ട് ഈ ചെടിക്കകത്ത് അതായത് ഈ ചട്ടിക്കകത്തിരിക്കുന്ന മണ്ണിനകത്ത് ചെറിയ മണ്ണ് ജസ്റ്റ് ഒന്ന് ഇതുപോലെ മാറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ചെടിയുടെ മൂട് അതിനകത്തോട്ട് വെക്കുക. അതായത് ചെടി സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം സൂക്ഷിക്കുക, വേരുകളൊന്നും പൊട്ടാൻ പാടില്ല. മണ്ണിട്ട് കൊടുക്കുക, പെതുക്കെ മണ്ണിട്ട് കൊടുക്കുക. ഓവറായിട്ട് നമ്മൾ പാറ കഷ്ണങ്ങൾ പോലത്തുള്ള വലിയ കല്ലുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കുക. അത് വേരോട്ടത്തിന് ഇത് തടസ്സം ഉണ്ടാവും. നല്ലതുപോലെ ഫില്ല് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ വേറൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ചെടി സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ശക്തിയായിട്ട് വെള്ളം ഒഴിക്കാൻ പാടില്ല. നമ്മൾ ജസ്റ്റ് സ്പ്രേ ചെയ്ത് ഒന്ന് കുടഞ്ഞു കൊടുക്കുക. അതുപോലെ തന്നെ ഈ ചെടി സെറ്റ് ചെയ്ത ഉടൻ തന്നെ നമ്മൾ വെയിലത്തേക്ക് മാറ്റാൻ പാടില്ല. നേരിട്ടുള്ള സൂര്യപ്രകാശം അടിക്കാൻ പാടില്ല. നമ്മളിത് ഷെയ്ഡിലേക്ക് തന്നെ മാറ്റി വെക്കുക. അതായത് തണലുള്ള ഒരു ഭാഗത്ത് വീടിൻ്റെ സൈഡിലോ സൂര്യപ്രകാശം വലുതായിട്ട് അടിക്കാത്ത രീതിയിൽ നമ്മളിത് സെറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. ഒരാഴ്ചയോളം നമ്മളങ്ങനെ വെച്ച് നല്ലതുപോലെ നനച്ച് കൊടുക്കുക. ഒരു വളവും ചെയ്യേണ്ട കാര്യമില്ല. ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ എടുക്കുക. ഇത് അതേ കണക്ക് തന്നെ ഡയാൻഡസ് ആണ്. ഞാനിപ്പോൾ ചെയ്തിട്ട് ഇപ്പം 2 ആഴ്ചയോളമായി. പുതിയ മണ്ണ് ചകിരിച്ചോറ് കൊണ്ടിട്ട് ഇതുപോലെ നേഴ്സറി മണ്ണെല്ലാം ഒഴിവാക്കിയതിന് ശേഷം സെറ്റ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ 2 ആഴ്ച പ്രായമായിട്ട് 2 ആഴ്ചയായിട്ടുള്ളൂ. പുതിയ മൊട്ടുകൾ, പുതിയ പൂ എല്ലാം വന്ന് ഒരു ഇതുമില്ലാതെ നല്ല മുരടിച്ച് ഒരു ബ്രാഞ്ചുകളോ ഇലകളോ ഒന്നും ഇല്ലാതിരുന്ന ചെടിയാണ്. ഇതേപോലെ തന്നെ ഒരുപാട് ബ്രാഞ്ചുകൾ വന്നു തുടങ്ങി. മുട്ടുകളൊക്കെ അങ്ങുഞ്ഞൊക്കെ വന്ന് അതേ കണക്ക് തന്നെ വേറൊരു ബ്രാഞ്ചിലാണ് ഇത് കണക്ക് മുട്ടും പൂക്കളും വന്നിട്ടുള്ളത്. ഞാൻ വെള്ളം മാത്രം നനച്ചു കൊടുക്കും, വേറെ ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ ഈ ഡയാൻഡസ് മാത്രമല്ല ഏത് ചെടിക്ക് നമുക്ക് ഇത് കണക്ക് ചെയ്യാം. ഇതുപോലെ ചെമ്പരത്തി, ഇത് ഞാനിപ്പോൾ ചെയ്ത ചെമ്പരത്തിയാണ്. ഇതിപ്പോൾ 4 ആഴ്ച ആയിട്ടുണ്ട്. പുതിയ മുട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ കുറച്ച് കരിക്കട്ട ഇട്ട് കൊടുക്കുന്നു. കാരണം അതിനകത്ത് കരിക്കട്ട ഇടുന്ന നല്ല ഫംഗസ് രോഗം മാറാൻ വേണ്ടിയിട്ട് നല്ലതാണ്. നമ്മൾ ഈ ഓർക്കിഡിനൊക്കെ ചെയ്യുന്ന കണക്ക് കരിക്കട്ട ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ രോഗങ്ങളൊക്കെ ഒന്ന് മാറിക്കിട്ടും. ഇതുപോലെ ഞാൻ ചെയ്ത ഒരു ചെമ്പരത്തി പൂവാണ്. ഇതിനകത്ത് 4ഓളം പൂക്കളുണ്ടായിരുന്നു. ആദ്യത്തെ പൂ വന്ന് പോയി, ഇപ്പം ഒരു പൂ വന്ന് പോയി, ഒരു മുട്ടും ഒരു പൂവും കൂടെ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇത് കണക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക.